ഹായ് ഹലോ നമസ്കാരം. അമദാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എളുപ്പം വീട്ടിലുള്ള 2 കായ വെച്ചിട്ട്, പച്ച കായ വെച്ചിട്ട് ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് ഞാൻ 2 പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏത്തക്കായല്ല, സാധാരണ കായാണ്. പേങ്ക എന്നൊക്കെ പറയില്ല, അതാണ്. ഏത്തക്കായ വേണമെങ്കിലും എടുക്കാം. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിന്നെയും 2ആയിട്ട് നീളത്തിന് കട്ട് ചെയ്തു. അതിനെ ചെറിയ ചെറിയ സ്ലൈസ് ആക്കി എടുക്കണം. നമുക്ക് എണ്ണയിലാണ് വറുത്ത് കോരുന്നത്. എളുപ്പം ചെയ്തെടുക്കാം. പെട്ടെന്നൊരു സൈഡ് ഡിഷ് വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് റെഡിയാകുന്ന ഒന്നാണ്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം 2 കായും. പിന്നെ തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് കൂടിയിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കണം. നമ്മൾ ഉപ്പിട്ട് കുറച്ച് നേരം വയ്ക്കും. അതിലേക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്നായിട്ട് ആക്കിയെടുക്കുന്നത്. ഒരെണ്ണം ഇങ്ങനെ ചെയ്തെടുത്തു. അടുത്തതും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യം കട്ട് ചെയ്ത സ്ലൈസസ് അടുത്ത കായും ഇതേപോലെ മുറിച്ചെടുക്കാം. നല്ല തിന്നായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. അതും ഈ പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വിടിവിച്ചിട്ട് കൊടുക്കാം. എല്ലാത്തിലും ഉപ്പ് പിടിക്കണമല്ലോ, അതിലേക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് മുളക് പൊടിയാണ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വറുത്ത് കഴിഞ്ഞതിന് ശേഷം മുളക് പൊടി ഒന്ന് തൂറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മുളകാണ് ചേർക്കുന്നത്. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ഈ വറുത്തെടുക്കുന്ന മുളകും കൂട്ടി നമുക്ക് കഴിക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മാത്രം മതി. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുടഞ്ഞ് യോജിപ്പിച്ച് വയ്ക്കാം. നന്നായിട്ട് കുടഞ്ഞ് വയ്ക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കണം. അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ഞാനൊരു ചുമട് കെട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൽ എണ്ണ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. എണ്ണ നന്നായി ചൂടായി വരട്ടെ. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഓപ്ഷനിലാണ്, ഇതും കൂടി ചേർത്താൽ നല്ലതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് 2 കൂടി മൊരിഞ്ഞ് വരട്ടെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. കടുകും ഉഴുന്നുപരിപ്പും പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പിട്ട് മാറ്റി വെച്ച കായ സ്ലൈസാക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം. ആ ഉപ്പിൻ്റെ വെള്ളം അടിയിൽ കാണും. അത് വരാതെ തവിയിലെടുത്തിട്ട് വേണം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിം തന്നെ മതിയാകും. തീ കുറയ്ക്കേ വേണ്ട. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പച്ചക്കായ സ്ലൈസസ് ഒക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നും ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കോരി മാറ്റാം. കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണിത്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഉടനെ. ഇതുപോലെ ഇനിയൊരു നല്ല ഐറ്റമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.